ഹലോ നമസ്കാരം, ശ്യാമാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ കോര, അതായത് കിളിമീൻ. ഞങ്ങളുടെ നാട്ടിലേക്കൊക്കെ പൊന്നാനിക്കൊക്കെ ഇതിന് പുതിയാപ്പിളക്കോര എന്നാണ് പറയുക. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത് അറിയില്ല, അതിൻ്റെ സൗന്ദര്യം കണ്ടിട്ടാണോ എന്ന് അറിയില്ല. ചുവപ്പ് കളറുള്ള ആ കോര ഞാൻ കുറച്ച് മഞ്ഞളും മുളക് പൊടിയും അതേപോലെ കുറച്ച് ഉപ്പും ചെറുനാരങ്ങയുടെ നീരും ആക്കിയിട്ട് നന്നായിട്ട് പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാ വെച്ചാൽ കുറച്ച് ഒരൊറ്റ സവാളയും 2 പച്ചമുളകും ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പച്ചമുളക് കീറിയിരിക്കുകയാണ്. അതേപോലെ ഒരു 3-4 വെളുത്തുള്ളി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, അതേപോലെ ചെറിയ ഉള്ളി 5-6 ചതച്ചത്, കറിവേപ്പില. ഇനി നമ്മുടെ ഈ മീനുണ്ടല്ലോ, ഈ കോര എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഈ ഒരു കുക്കറിൽ വെച്ചിട്ട് വറ്റിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും മീനൊക്കെ എന്താ കുക്കറിൽ വെക്കുന്നതെന്ന്. ആ കുക്കറിൽ വറ്റിച്ചെടുത്ത മീനിന് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടെന്നാണ് ഇവിടെ ഉള്ളവരൊക്കെ പറയുന്നത്. ഞാൻ പറഞ്ഞു, ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആ കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, ഇതാ നോക്കൂ, എൻ്റെ കയ്യിലുള്ള ഈ സ്പൂണിന് 1 സ്പൂണ് വെളിച്ചെണ്ണ ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് കുക്കർ ചൂടായിട്ടാണ് ഇരിക്കുന്നത്. അതിലേക്ക് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നത് ഈ നമ്മളിവിടെ മാറ്റി വെച്ചിട്ടുള്ള കറിവേപ്പില ഉണ്ടല്ലോ, ആ കറിവേപ്പില ഇതിലേക്ക് നിറയെ ഇടുകയാണ്. നോക്കൂ, ആ കറിവേപ്പില ഈ വെളിച്ചെണ്ണയിലേക്ക് ഇട്ടിട്ടുണ്ട് കുക്കറിനുള്ളിലേക്ക്. ഇനി നമ്മുടെ വെച്ചിട്ടുള്ള ഈ സവാള ഉണ്ടല്ലോ, ചെറുതാക്കി അരിഞ്ഞ സവാളയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടിയിട്ട് ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി അത് ഞാൻ ഈ കുക്കറിലേക്ക് ഇടുകയാണ്. സാധാരണ മറ്റ് മത്സ്യങ്ങൾ ഉണ്ടാക്കുന്ന പോലെ നമ്മളിത് വഴറ്റൊന്നും വേണ്ട കേട്ടോ. അതാ ചെറുതായിട്ട് ഞാനൊന്ന് പരത്തി വെച്ചിരിക്കുകയാണ് കുക്കറിൽ. ഞാൻ ഈ നന്നാക്കി വെച്ച മത്സ്യത്തിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഈ കുക്കറിലും ഈ ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളിയിലേക്ക് വളരെ കുറച്ച് ഉപ്പിട്ടിരിക്കുകയാണ്. ഇതിങ്ങനെ ഇതിൽ പരത്തി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ കുറച്ച് പുളിവെള്ളം എടുത്തിട്ടുണ്ട്. വളരെ കുറച്ച് പുളിവെള്ളം ഉള്ളൂ കേട്ടോ. അത് നമുക്ക് ഈ മീനൊന്ന് അതിൽ കിടന്ന് വേവാൻ വേണ്ടിയിട്ടാണ്. ഈ പുളിവെള്ളം ഞാൻ കുറച്ച് ഈ കുക്കറിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ മീൻ വറ്റിക്കുകയാണ് ചെയ്യുന്നത്. ഈ കോര എന്ന് പറഞ്ഞ മത്സ്യം നമ്മൾ വറ്റിക്കുകയാണ് ചെയ്യുന്നത്. ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ കുക്കറിലേക്ക് ഞാൻ ഈ പുരട്ടി വെച്ച ഓരോരോ മീനായിട്ട് ഇങ്ങനെ റെഡിയാക്കി വെക്കുകയാണ്. നോക്കിക്കോളൂ, ഞാൻ ഏകദേശം ഒരു 4-5 മീനുകളുണ്ട്. നല്ല വൃത്തിയായിട്ട് കിട്ടും. എല്ലാം നമ്മൾ ഈ കുക്കറിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കൂ, എല്ലാ മീനും ഇതിലിട്ടിട്ടുണ്ട്. വളരെ കുറച്ച് പുളി നമ്മൾ ഒഴിച്ചിട്ടുള്ളൂ. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇവിടെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള, ഇവിടെ നോക്കൂ, ചെറിയ ഉള്ളി ചതച്ചതാണ്. ആ ചതച്ചത് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഇടുകയാണ്. അപ്പോൾ കുറച്ച് മുളക് പൊടിയാണ് ആദ്യം ഇട്ടിരിക്കുന്നത്. ഇനി മുളക് പൊടിയൊന്നും നമ്മൾ ഇടുന്നില്ല. ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിക്കാം. എന്നാലും നമുക്ക് വറക്കുന്ന അത്രയും വെളിച്ചെണ്ണ ഇതിലേക്ക് ആവശ്യമില്ല കേട്ടോ. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ കുറച്ച് കുരുമുളക് എടുത്തിട്ട് ഇതിൻ്റെ മുകളിലിടാണ്. ഏകദേശം നോക്കൂ, ഒരു സ്പൂണോളം കുരുമുളക് അതിൻ്റെ മുകളിലിടാണ്. ഈ കുരുമുളകിൻ്റെയാണ് ഇതിലേക്ക് ഏറ്റവും കൂടുതലായിട്ട് വരുന്ന ടേസ്റ്റ്. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, കുറച്ചുകൂടി കറിവേപ്പില ഞാൻ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്.
ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നേരത്തെ നമ്മൾ കുറച്ച് പൊടിയാണ് ഒഴിച്ച് കുറച്ച് പൊടിയും കൂടി ഞാൻ മേലെ തൂവി കൊടുക്കുകയാണ്. ഇത്രയും പണിയുള്ളൂ കേട്ടോ. ഉപ്പൊക്കെ വേണമെങ്കിൽ നിങ്ങൾ നോക്കിയിട്ടോളൂ കേട്ടോ. ഉപ്പ് ഞാൻ അധികം ഇട്ടിട്ടില്ല, അത്ര തന്നെ മതി എന്ന് വിചാരിച്ചിട്ടാണ്. ഇനി ഞാൻ കുക്കർ അടച്ച് വെക്കുകയാണ്. ഈ കുക്കറിൽ വെച്ചിട്ടാണ് ഞാൻ ഈ മീൻ വറ്റിക്കുന്നത്. ഇത് ഞാൻ ഒറ്റ വിസിലേ വരത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു വിസിൽ വന്നിട്ട് നമുക്ക് ഓഫാക്കിയതിന് ശേഷം ബാക്കി കാണാം. ഹലോ ഡിയേഴ്സ്, നമ്മുടെ കുക്കറിൽ വറ്റിച്ച ആ കോര റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ അതേപോലെ ദോശയുടെ കൂടെയൊക്കെ നിങ്ങൾക്ക് കഴിക്കാം. നന്നായിരിക്കും. നിങ്ങൾ ഇത് കമൻറ്റിലൂടെ അഭിപ്രായങ്ങൾ പറയണം. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. താങ്ക് യു. എല്ലാവരും ട്രൈ ചെയ്യാൻ മറക്കരുതേ.